ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ക്ലാസ് റൂം. എല്ലാവർക്കും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ തേർഡ് ലെവലിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എവിടെ വരെ ആയിരുന്നു? യെസ്, നമ്മുടെ ചാർലി തേർഡ് ലെവൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവിടുത്തെ ഫേർണിച്ചറും അവിടുത്തെ ആ ഒരു ഡീം ലൈറ്റും അവിടുത്തെ ജനങ്ങൾ അവരുടെ ആ ഒരു 18-19 സെഞ്ചുറിയിലെ വേഷവിധാനങ്ങൾ എല്ലാം കണ്ട് ത്രില്ലടിച്ചിരിക്കുകയാണ് നമ്മുടെ ചാർലി. മാത്രമല്ല ഇത് എൻ്റെ തോന്നലാണോ എന്നൊരു സംശയം ഉള്ളത് കൊണ്ട് തന്നെ ആള് ന്യൂസ് പേപ്പർ ബോയുടെ അടുത്ത് പോയി ന്യൂസ് പേപ്പർ ചെക്ക് ചെയ്തു. അങ്ങനെ മൊത്തം ഉറപ്പുവരുത്തി. യെസ്, ഐ ആം വെരി ഷുവർ ദാറ്റ് ഐ ആം ഇൻ തേർഡ് ലെവൽ. ഏത് ഇയർ ആണ്? 1894, റൈറ്റ്? അപ്പോൾ ഇനി വാട്ട് ഈസ് മൈ നെക്സ്റ്റ് പ്ലാൻ? എന്താണ് ചാർലിയുടെ അടുത്ത പരിപാടി? എന്താണ് എൻ്റെ അടുത്ത പരിപാടി? യെസ്, ലെറ്റ്സ് സീ where we are. Yes, last paragraph, right? I turned towards the ticket windows knowing that here on the third level at the Grand Central I could buy tickets that would take Louisa and me anywhere in the United States we wanted to go. Okay, നമുക്ക് എവിടെ പോകണം? ഈ യുണൈറ്റഡ് സ്റ്റേറ്റിൽ അവിടേക്ക് പോകാനുള്ള ടിക്കറ്റ് ഒക്കെ ഇവിടുന്ന് അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് 2 ടിക്കറ്റ് എടുക്കുക, വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കുക. എവിടുന്ന്? യെസ്, ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും they want to go somewhere, no? Of course, അത് എവിടേക്കായിരിക്കും? പാസ്റ്റ് ആയിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് 1894ലേക്കാണ് അവർ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് I wanted two tickets to Galesburg, Illinois. ഓക്കെ, ഗേൽസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവർക്ക് പോകേണ്ടത്. സോ വാട്ട്സ് ദാറ്റ്? ഹാവ് യു എവർ ബീൻ ദേർ? ഇറ്റ്സ് എ വണ്ടർഫുൾ ടൗൺ സ്റ്റിൽ വിത്ത് ബിഗ് ഓൾഡ് ഫ്രെയിം ഹൗസ്, ഹ്യൂജ് ലോൺസ് ആൻഡ് ട്രമെൻഡസ് ട്രീസ് ഹൂസ് ബ്രാഞ്ചസ് മീറ്റ് ഓവർ ഹെർഡ് ആൻഡ് റൂഫ് ആൻഡ് ദ സ്ട്രീറ്റ്സ്. അതായത് ഹേൽസ്ബർഗ് എന്ന് പറയുന്നത് നമ്മുടെ ചാർലിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഓഫ് കോഴ്സ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു, ചാർലി എന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു പ്രസന്റ് ലൈഫിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും തിക്കുകളിൽ നിന്നും തിരക്കുകളിൽ നിന്നും വറീസിൽ നിന്നും ഒക്കെ എസ്കേപ്പ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ ഓഫ് കോഴ്സ് എങ്ങനെയുള്ള സ്ഥലമായിരിക്കും അത്? യെസ്, പീസ് ആൻഡ് കാം ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനറി എല്ലാമുള്ള ഒരു എൻറിച്ച് വിത്ത് ഗ്രീൻ, അങ്ങനത്തെ ഒരു സ്ഥലമായിരിക്കും ഈ ഗേൽസ് എന്ന് പറഞ്ഞാൽ. അവിടേക്കാണ് പോകേണ്ടത്, ഗേൽസ്ബർഗ്. അപ്പം in 1894 summer evening were twice as long. The people sat out on their lawns, the men smoking cigars and talking quietly, the women waving palm leaves fans with the fireflies all around, in a peaceful world. It's really peaceful and beautiful, right? Yes, നമുക്ക് leisure time ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗേൽസ്ബർഗ് അക്കോർഡിംഗ് ടു ചാർലി. ബിക്കോസ് ആ ഒരു ഏജിൽ ആളുകളൊക്കെ വളരെ റിലാക്സ്ഡ് ആണ്, സംസാരിക്കുന്നു, അവരിങ്ങനെ എന്താ പറയുക, ഈവനിങ് ഒക്കെ സമ്മറിലെ ലോങ് ഈവനിങ് ഒക്കെ അവർ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യുന്നു. ടു ബി ബാക്ക് ദർ വിത്ത് ഫസ്റ്റ് വേൾഡ് വാർ still 20 years off and World War II over 40 years in the future. I wanted 2 tickets for that. So what is that? അതായത് ഫസ്റ്റ് വേൾഡ് വാർ അതിന് മുന്നേ, ഓക്കെ, ഒരു 20 years off, 20 years back. ദെൻ സെക്കൻഡ് വേൾഡ് വാർ ഇനിയും കിടക്കുന്ന ടൈം. അപ്പോൾ ഈ 2 ഡെഡ്ലിയസ്റ്റ് വാറുകൾ സംഭവിക്കുന്നതിനേക്കാൾ മുന്നേ ഉള്ള ആ ഒരു ഇയറാണ് 1894 എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു ഏജിലേക്കാണ്, ആ ഒരു കാലഘട്ടത്തിലേക്കാണ്, അവിടെ ആ ഗേൽസ്ബർഗിലേക്കാണ് നമ്മുടെ ചാർലിക്കും അവൻ്റെ ഭാര്യയായ വാട്ട്സ് ഹെർ നെയിം, ലൂയിസ, അവർക്കും കൂടി പോകേണ്ടത് അല്ലേ? അങ്ങോട്ടാണ് അവർ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. ആര് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്? നമ്മുടെ ചാർലി. The clerk figured the fare. I glanced at my fancy he glanced at my fancy hat band, but he figured the fare and I had enough for 2 coach tickets one way. ഓക്കെ, അപ്പം നമ്മുടെ ക്ലർക്ക്, അതായത് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലെ ആള് ഫെയർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് they found that okay, he had enough for 2 coach tickets. Okay, fine. But when I counted out the money and looked up, the clerk was staring at me. But ഞാൻ പൈസ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ആ ഫെയർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു നോക്കുമ്പോൾ ഇയാൾ the clerk, he was staring at him, you know. അവൻ എന്തൊക്കെ തുറച്ച് നോക്കുകയാണ്. He nodded at the bills. They ain't money, mister, he said, and if you are trying to skim me, you won't get very far. And he glanced at the cash drawer beside him. Of course, the money was old style bills, half again as big as the money we use nowadays and different looking.
പിന്നെയാണ് കാര്യം മനസ്സിലായത്. എന്താണ്? തൻ്റെ കയ്യിലുള്ള കറൻസി എന്ന് പറയുന്നത് പ്രസന്റ് ടൈമിലെ കറൻസിയാണ്. അപ്പം നമ്മുടെ ചാർലി എവിടെയാണുള്ളത്? തേർഡ് ലെവലിലാണ്. തേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ 18-19 സെഞ്ചുറിയിലാണ്. അപ്പോൾ ഓഫ് കോഴ്സ് കറൻസി മാറ്റമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഡബിൾ വലിപ്പമുള്ള കളറും ആകെ മൊത്തം മാറ്റമുള്ള കറൻസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ക്ലർക്ക് അന്തമായിട്ട് തുറച്ചു നോക്കിയത്. ആർ യു മേക്കിംഗ് ഫൺ വിത്ത് മീ? അങ്ങനത്തെ ഒരു മൂഡിൽ നോക്കുകയാണ്. അതോ ഇഫ് യു ട്രൈ ടു ഓവർ സ്മാർട്ട്, ഓക്കെ, അത് നല്ലതല്ല. അപ്പം നീ അധികം ദൂരം പോവില്ല. മീൻസ് എവിടേക്കാവും പോവുക? ഓഫ് കോഴ്സ് ജയിലിലേക്കാവും പോവുക. ഐ ടേൺഡ് അവേ, ഗോട്ട് ഔട്ട് ഫാസ്റ്റ്. ദർ ഇസ് നത്തിങ് നൈസ് അബൌട്ട് ജയിൽ ഈവൺ ഇൻ 1984. അതിപ്പോൾ 1984 ജയിൽ തന്നെയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അപ്പോൾ അത് ഇനി അവിടെ പ്രൊസീഡ് ചെയ്യുന്നത് പന്തികളല്ല. ബിക്കോസ് ഹി ഡോണ്ട് ഹാവ് ദ കറൻസി, ദ പ്രോപ്പർ കറൻസി ഓഫ് ദാറ്റ് ഏജ്. വിച്ച് ഏജ്? 19 and 18th century. 1894 കറൻസി ഇല്ല. അപ്പോൾ ഹി നീഡ് ടു ചേഞ്ച് ഇറ്റ്, റൈറ്റ്? യെസ്. And that was that. I left the same way I came, I suppose. Okay, means ആളപ്പം തന്നെ അവിടുന്ന് തിരിച്ചു പോകാൻ, ഞാൻ ഇങ്ങോട്ട് വന്ന അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു പോയി. ഐ സപ്പോസ് മീൻസ് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം, ഈ സെൻട്രൽ സ്റ്റേഷനിൽ പ്രത്യേകിച്ച് ചാർലിലേക്ക് വഴി തെറ്റുന്നുള്ളത് യൂഷ്വൽ ആണ്. അപ്പോൾ ഓക്കെ, ഞാൻ വന്ന വഴിയിൽ തന്നെ തിരിച്ചു പോയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ ഡ്യൂറിംഗ് ലഞ്ച് അവർ ഐ drew $300 out of bank, nearly all we had, and bought old style currency that really worried my psychiatrist friend. You know, next day what he have done, ഇദ്ദേഹത്തിൻ്റെ മാക്സിമം അദ്ദേഹത്തിൻ്റെ സേവിങ്സ്, അവൻ്റെയൊക്കെ ഉള്ള മൊത്തം പൈസ നേരെ കൺവേർട്ട് ചെയ്തു, ഈ പഴയ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അത് അത്ര സുഖമുള്ള കാര്യമല്ല. കാരണം ചാർലി ഈസ് ഇൻ ദ മൈൻഡ് സിറ്റുവേഷൻ ദാറ്റ് എന്താണ്, ദ തേർഡ് ലെവൽ ഈസ് എക്സിസ്റ്റ്, റൈറ്റ്? അപ്പോൾ തേർഡ് ലെവൽ ഉണ്ട്, എനിക്ക് എന്തായാലും ഉറപ്പായിട്ടും പോകാൻ പറ്റും എന്നുള്ള ആ ഒരു മൈൻഡിലാണ് നമ്മുടെ ചാർലി പൈസ ഒക്കെ കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു മൈൻഡ് ആർക്ക് മാത്രമേ ഉള്ളൂ? ചാർലിക്ക് മാത്രമേ ഉള്ളൂ. ചാർലിയുടെ വൈഫിനില്ല, അതുപോലെ തന്നെ ഫ്രണ്ടിനും ഇല്ല. ബട്ട് ചാർലി ശരിക്കും ബിലീവ് ചെയ്യുന്നത് കൊണ്ടല്ലേ ഈ മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇത് നടക്കുന്നത് ആ പ്രസന്റിലാണ്, റിയൽ ആണ്. അപ്പോൾ ആൾ ശരിക്കും മണി എക്സ്ചേഞ്ച് ചെയ്തു. ഓക്കെ, മനസ്സിലായ? അപ്പം നിങ്ങൾ ഇവിടെ കാര്യം മനസ്സിലാകും. ആ ഒരു ഇത് വെറുതെ അല്ല, ശരിക്കും ചാർലിയുടെ മൈൻഡ് ഇപ്പം ശരിക്കും വീണ് കിടക്കുകയാണ് ആ സെഞ്ചുറിയിൽ. അതുണ്ട്, ആ ഒരു ഹാലൂസിനേഷനിലുണ്ട് ഓൾറെഡി. ഓക്കെ, ഇതൊരു സ്വപ്നം ആണ്, പക്ഷേ വെറുതെ കിടന്ന് ഉറങ്ങണപ്പോഴുള്ള സ്വപ്നമല്ല, വിച്ച് ഈസ് ഹാപ്പനിങ്, ലൈക്ക് ഹീസ് എക്സ്പീരിയൻസിങ്, റൈറ്റ്? യെസ്, മനസ്സിലായില്ലേ? യെസ്. നൗ ഒന്നുകൂടി നോക്ക്, ശ്രദ്ധിക്കുക, മനസ്സിലാവും where we are. Okay, അപ്പം ആള് പൈസ ഒക്കെ എടുത്ത് മാറ്റി. You can buy old money at almost any coin dealers. Okay, but you don't have to pay. You have to pay a premium. Yes, actually you can buy, but you have to pay premium. അത്യാവശ്യം കാശ് കൊടുത്തിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. My $300 bought less than $200 in old style bills, but I didn't care. X word 13 cents dozen in 1894. അപ്പം അതായത് ആ ഒരു കാൽക്കുലേഷൻ പറയണം അവിടെ. ഓക്കെ, അവിടെ പൈസക്കൊന്നും ഞാൻ അത്ര ഇമ്പോർട്ടൻറ്റ് കൊടുത്തില്ല. എക്സ്ട്രാ ഞാൻ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നാലും ഐ നീഡ് ഇറ്റ്, ബിക്കോസ് ഇറ്റ്സ് for him to go back to 18th century or 19th century is very important. Why? Because mentally he's stressed. Okay, mentally he's disturbing. He was stressing, so he really want to escape from his present situation. So it doesn't matter for him how much he gonna pay or how much he paid. Nothing. Okay, yes, അവനക്ക് എന്താണ് ഊന്നൽ, അവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? യെസ്, ഐ നീഡ് ടു ഗോ. ഓക്കെ, എനിക്ക് പോകണം, അതാണ് എൻ്റെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ള ബാക്കി കാര്യങ്ങളൊന്നും എനിക്കൊരു തടസ്സമല്ല. ഓക്കെ, പാവം അതിൻ്റെ സമ്പാദ്യം മുഴുവൻ പഴയ കറൻസിയിലേക്ക് ആക്കി. നൗ yes, but I have never again found the corridor that leads to third level at Grand Central Station, although I have tried often enough. Now this is the twist, another twist. വന്ന വഴിയിൽ കൂടെ തിരിച്ചു പോന്നു, പാവം ബാങ്ക് ഈ ക്യാഷ് മുഴുവൻ കൺവേർട്ട് ചെയ്തു. ഇനിയിപ്പോ തേർഡ് ലെവലിലേക്ക് വീണ്ടും പോവണ്ടേ? തേർഡ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാലല്ലേ അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം തേർഡ് ലെവലിന് മാത്രമേ പാസ്റ്റ്, അതായത് നമുക്ക് ചിരി വരും, പക്ഷെ നമ്മൾ ചാർലിയുടെ ഭാഗം കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് ചിരി വരില്ല, പാവം തോന്നും. പക്ഷെ അക്കോർഡിംഗ് ടു ചാർലി തേർഡ് ലെവലിന് മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ. അതും ഏത് സെഞ്ചുറിയിലേക്കാണ് പോകുന്നത് കൂടി ആലോചിക്കണം. അപ്പം അത് സെക്കൻഡ് ലെവലിനോ ഫസ്റ്റ് ലെവലിനോ കിട്ടില്ല. അപ്പൊ ഹി ഹാസ് ടു ഗോ ബാക്ക് ടു തേർഡ് ലെവൽ. ബട്ട് he was searching for the third level and he couldn't find it. Okay, അവൻ തന്നെ തേർഡ് ലെവലിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. but he failed. Even he often tried many times, but he failed. He was continuing in the
ദിസ് തേർഡ് ലെവൽ ഫൈൻഡ് ചെയ്യുന്നതിൽ തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുകയാണ് ആര്, നമ്മുടെ ചാർലി. സി, സോ ദർ ഈസ്, യു ക്യാൻ സി ദ റിയാലിറ്റി. ഓക്കെ, നൗ യു ആർ, നമ്മളിപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഹാലുസിനേഷനും റിയാലിറ്റിയും. Hallucination is which is he's experiencing by his mind. At the same time, there is reality always, of course, right? നമ്മളൊരു ഹാലുസിനേറ്റഡ് ആകുന്ന മൊമെന്റിലും we are in the reality, or we are in the our physical body is in the reality, and our mind will go to the hallucinated part. അതങ്ങനെയാണല്ലേ, നമ്മൾ ദിവാസ്വപ്നം കാണുമ്പോഴല്ല, നമ്മൾ ഇരിക്കുന്നത് ഇവിടെയാണ്, പക്ഷെ നമ്മുടെ മനസ്സ് വേറെ സ്ഥലത്താണ്. സെയിം ലൈക്ക് ദാറ്റ്. നൗ അപ്പം Lucena was pretty worried when I told her all this and didn't want me to look for the third level anymore, and after a while I stopped. I went, okay, അപ്പം വൈഫിനോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ ആള് ഇതെല്ലാം കേട്ടിട്ട് ആകെ കിളി പോയിട്ടിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്തൊക്കെ പറയണം, എനിക്കിപ്പോൾ എന്താണെന്നൊരു ഓർമ്മ വരുന്നത്, മണിച്ചിത്രത്താഴിലൊരു സീനുണ്ടോ, നമ്മുടെ ആർക്കത്, ഇന്നസെന്റിന് കിളി പോണൊരു സീനുണ്ടല്ലോ, ഇത് പ്രേതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ. അപ്പോൾ KP ലളിതയുടെ ഒരു അടിപൊളി ഭാഗമുണ്ട്, അത് മിണ്ടാതെ ചരട് കെട്ടണ ഭാഗവും അതിൻ്റെ മുന്നേ ഇത് മനസ്സിലാക്കിയിട്ട് അയ്യോ കിളി കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് മുഖം കൊണ്ട് ആക്ഷൻ കാണിക്കുന്ന ഒരു സീനുണ്ട്. കാരണം സംസാരിക്കാൻ പറ്റില്ല, മന്ത്രം ചരടുള്ള കാരണം. അപ്പം അതുപോലെ ലൂയിസാന ആകെ വറിയായിട്ടിരിക്കുകയാണ്, കയ്യിൽ നിന്ന് പോയല്ലോ, എന്തൊക്കെയായി പറയുന്നത്, തേർഡ് ലെവല്, ടിക്കറ്റ് കൗണ്ടർ, അവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ, നൗ അപ്പോൾ ലൂയിസാന വിശ്വസിച്ചിട്ടില്ല, ആളാകെ ടെൻഷനാണ്, ഹസ്ബൻഡ് കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് ആലോചിച്ചിട്ട്. ബട്ട് നൗ ഓക്കെ, അങ്ങനെ അവസാനം ഇവളുടെ ടെൻഷൻ കാരണം ഇയാൾ നിർത്തി, തെരച്ചിലൊക്കെ നിർത്തി. ആൻഡ് ആഫ്റ്റർ എ വൈൽ ഐ സ്റ്റോപ്ഡ് ആൻഡ് ഐ വെന്റ് ബാക്ക് ടു മൈ സ്റ്റാമ്പ്സ്. ഓക്കെ, ബട്ട് നൗ വി വർ ബോത്ത് ലുക്കിംഗ് എവറി വീക്കെൻഡ് ബിക്കോസ് നൗ വി ഹാവ് പ്രൂഫ് ദാറ്റ് ദ തേർഡ് ലെവൽ ഈസ് സ്റ്റിൽ ദർ. അണ്ടർലൈൻ ദ പോയിന്റ് ദർ. അതായത് അങ്ങനെ നിർത്തി വീണ്ടും അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് കളക്ഷനിലേക്ക് തന്നെ തിരിഞ്ഞു. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ, ഒരു സൈക്കോളജിക്കൽ റിഫ്യൂജ് ഫോർ ഹിസ് മെന്റൽ സ്ട്രെസ് ഈസ് സ്റ്റാമ്പ് കളക്ഷൻ. ആ ഒരു ഹോബി ആയിരുന്നു. അപ്പൊ അതിലേക്ക് തിരിഞ്ഞു. പക്ഷേ പിന്നെയുള്ള ലൈനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും എല്ലാ ഈവനിങ്ങിലും തേർഡ് ലെവലിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര് രണ്ടുപേരും? ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സോ ദാറ്റ്സ് ദ പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വൈ? ബിക്കോസ് നമ്മൾ കണ്ടു ലൂയിസാന വറീഡ് ആണ് ഇദ്ദേഹത്തിന്റെ കഥകളെല്ലാം കേട്ടിട്ട്. പക്ഷെ ഇപ്പോ ഷീ ഈസ് കൺവിൻസ്ഡ് ദാറ്റ് ദർ വാസ് തേർഡ് ലെവൽ. ഓക്കെ, അവിടെ തേർഡ് ലെവൽ ഉണ്ട്, ഐ നീഡ് ടു ഫൈൻഡ് ഇറ്റ്. അപ്പോൾ വൈ, വാട്ട് ഹാപ്പൻ, അതാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ശ്രദ്ധിക്കുക. രണ്ടുപേരുമാണ് തിരയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലൂയിസാനയെ കൂടി വിശ്വസിച്ചിരിക്കുന്നു. ദർ ഇസ് തേർഡ് ലെവൽ. സോ അതിൻ്റെ കാരണം അവർക്കൊരു പ്രൂഫ് ഉണ്ട്. അപ്പോൾ ആ പ്രൂഫ് എന്താണ് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി ക്ലിയർ. മൈ ഫ്രണ്ട് സാം proof. My son Sam Weiner disappeared. Nobody knew where. But I sort of suspected because Sam is a city boy, and I used to tell him about Galesburg. I went to school there, and he always said he liked the sound of the place. So, and that's where he is, all right, in 1894. So next, രണ്ടാമത്തെ ഒരു hallucinated പോയിന്റിലേക്ക് വരികയാണ് ചാർലി. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു? തേർഡ് ലെവൽ. ഇനി രണ്ടാമത്തത് കൂടി നമ്മൾ ഈ ലെസണിൽ കാണുന്നുണ്ട്. അതായത് അതാണ് ഇവരുടെ പ്രൂഫായിട്ട് ഇവർ കാണുന്നത്. അതെന്താന്ന് വെച്ചാൽ സാമിനെ കാണാനില്ല. സാം ഇസ് മിസ്ഡ്. ഓക്കെ, നമ്മുടെ സാമിനെ കാണാനില്ല. അപ്പം ആർക്കും അറിയില്ല സാം എവിടെയാണെന്ന്. പക്ഷേ നമ്മുടെ ചാർലിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. എന്താണ് ആ ഡൗട്ട്? മിക്കവാറും ഇവൻ ഹെയ്ൽസ്ബർഗിലേക്ക് പോയിണ്ടാവും. കാരണം പലപ്പോഴും ഞാൻ ഇവരോട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹി വാസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ഹെയ്ൽസ്ബർഗ്. അപ്പം നമ്മൾ കേട്ടിടത്തോളം ഹെയ്ൽസ്ബർഗ് എന്ന് പറയുന്നത് കാം ആൻഡ് ക്വൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. സാമും ആരാണ്? യെസ്, പ്രസന്റ് സിറ്റുവേഷനിൽ ഈ രണ്ട് വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിൽ ജീവിക്കുന്ന തലമുറകളിൽ ഒരാളാണ് സാമും. ചാർലിയും ചാർലിയെ പോലെ തന്നെയാണ് സാമും. ഓക്കെ, സോ അപ്പോൾ ഇവന് എവിടേക്ക് പോയിണ്ടാവും? ഹെയ്ൽസ്ബർഗിലേക്ക് പോയിണ്ടാവും. അപ്പോൾ നൗ ഹി ഈസ് ഇൻ 1894. ഓക്കെ, ദ നെക്സ്റ്റ് issue. Okay, because one night fussing with my stamp. അപ്പൊ എങ്ങനെയാണ്? വെറുതെ അങ്ങനെ പറയില്ലല്ലോ. അപ്പൊ അവർക്ക് പ്രൂഫ് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതിലേക്കാണ് നമ്മൾ വരുന്നത്. സാം മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ചാർലി സംശയിക്കുന്നു എവിടെ പോയിട്ടുണ്ടെന്ന്, ഹെയ്ൽസ്ബർഗിൽ പോയിട്ടുണ്ടെന്ന്. അപ്പൊ എങ്ങനെയാണ് ആ സംശയം വന്നതെന്നൊക്കെയാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക.
Because one night, fussing with my stamp collection, I found, well, do you know what a first day cover is? അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം എൻ്റെ സ്റ്റാമ്പുകളൊക്കെ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയാൻ പോകണം. അപ്പം നമുക്കൊരു എക്സ്പ്ലനേഷൻ അവിടെ തരണം. ഈ ഫസ്റ്റ് ഡേ കവർ എന്താണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തരികയാണ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ദാറ്റ്. വെൻ എ ന്യൂ സ്റ്റാമ്പ് ഈസ് ഇഷ്യൂഡ്, സ്റ്റാമ്പ് കളക്ടേഴ്സ് ബൈ some stamp, okay, and use them to mail envelopes to themselves on very first day of sale, and the postmark proves the dates. So ഈ സ്റ്റാമ്പ് കളക്ടേഴ്സ് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഹോബിയിൽ ആൾക്കാർക്ക് ഒരു ഇതുണ്ട്. അതായത് ഫസ്റ്റ് ഒരു സ്റ്റാമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് റിലീസ്ഡ് ആവുന്ന ഫസ്റ്റ് ഡേയിൽ അവരത് മേടിച്ചിട്ട് അവർക്ക് തന്നെ അവർ മെയിൽ ചെയ്യുന്നു. വെറുതെ എൻവലപ്സ് മാത്രം മെയിൽ ചെയ്യും, കാരണം അവർക്ക് ആ ഡേറ്റും സീലും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഡേ റിലീസ്ഡ് ഡേറ്റ് കിട്ടുമല്ലോ. അതിനെ ആ പറയുന്ന കവറാണ് ഫസ്റ്റ് ഡേ കവർ എന്ന് പറയുന്നത്. അപ്പോൾ ദ എൻവലപ്പ് ഈസ് കോൾഡ് ഫസ്റ്റ് ഡേ കവർ. they were never opened. You just put blank paper in the envelope. കാരണം അത് ഒരിക്കലും തുറക്കണ്ട, കാരണം അത് അവർക്ക് തന്നെ മെയിൽ ചെയ്യുന്നതാണ്. അതിലൊന്നുമില്ല, ജസ്റ്റ് ഒരു പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് ദ പർപ്പസ് ഓഫ് ദ മെയിലിംഗ് ഈസ് ടു ഗെറ്റ് ദ സ്റ്റാമ്പ് വിത്ത് ദ ഡേറ്റ്, ഓക്കെ, ഓഫ് ദ റിലീസ്. യെസ്. നൗ അപ്പം that night, among my oldest first day covers, I found one that shouldn't have been there. വളരെ ശ്രദ്ധിക്കുക. That shouldn't have been there means അപ്പോൾ ആ രാത്രി ഞാനിതെല്ലാം നോക്കുമ്പോൾ എൻ്റെ പഴയ കുറേ ഫസ്റ്റ് ഡേ കവേഴ്സിൽ ഒരെണ്ണം ഞാൻ കണ്ടെത്തി. ആക്ച്വലി അത് അവിടെ ഉണ്ടായിരുന്നില്ല, അത് അവിടെ ഉണ്ടാവേണ്ടതല്ല, അല്ലെങ്കിൽ മുന്നേ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു കവർ അവിടെ. ബട്ട് ദർ ഇറ്റ് വാസ്, ഇപ്പം അത് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നോക്കാം. ഇറ്റ് വാസ് ദർ ബിക്കോസ് someone had mailed it to my grandfather at his home in Galesburg. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എവിടെയായിരുന്നു? ഗെയിൽസ്ബർഗിലായിരുന്നു. അപ്പോൾ ഗെയിൽസ്ബർഗ് നമ്മുടെ സ്റ്റോറിയിലേക്ക് വരാൻ കാരണം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് ബിക്കോസ് യെസ്, ഗ്രാൻഡ് ഫാദറിൻ്റെ നാടാണ് ഗെയിൽസ്ബർഗ്. അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായി എന്ന് ഇപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ അതുകൊണ്ടാണ് മെൻ്റലി അവനക്ക് ആ ഒരു നാടിനോട് അറ്റാച്ച്മെൻറ്റ് വന്നത്. അമേരിക്കയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ബട്ട് അപ്പോൾ അവിടെ ഒരു പാസ്റ്റ് കണക്ഷൻ ഉണ്ട് ആർക്ക്? ചാർലിക്ക്. അപ്പോൾ ആ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. വൈ? ബിക്കോസ് അവൻ്റെ ഒരു പാസ്റ്റ് കണക്ഷൻ ഗെയിൽസ്ബർഗിനായിട്ടും ഉണ്ട്. അപ്പോൾ ഗെയിൽസ്ബർഗ് അവൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ്. That's why now in the present situation his mind is, yes, his mind, ആ ഒരു subconscious mind is going back to Galesburg because he had some experience, nice experience, like different experience from now. Yes. അപ്പം ഹെയിൽസ്ബർഗിൽ നിന്ന് ഗ്രാൻഡ് ഫാദർ മെയിൽഡ് ടു മൈ ഗ്രാൻഡ് ഫാദർ അറ്റ് ഹിസ് ഹോം ഇൻ ഗെയിൽസ്ബർഗ്. ദാറ്റ്സ് വാട്ട് ദ അഡ്രസ് ഓൺ ദ എൻവലപ്പ് സെറ്റ്. അപ്പം ആൻഡ് ഇറ്റ് ഹാഡ് ബീൻ ദർ സിൻസ് ജൂലൈ 1894. See that date? Yes. അപ്പോൾ it's from the old. Then the postmark showed that, and I didn't remember it at all. ഇത്രയും കാലം മുന്നേ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഫസ്റ്റ് ഡേ കവർ ഞാൻ ഇതുവരെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. The stamp was a 6-cent dull brown with a picture of President Garfield. Naturally, when the envelope came to Granddad in the mail, it went right to his collection and stayed there till I took it out and opened it. Okay, anyway, grandfather അവിടുന്ന് വന്നതാണ്. Anyway, I'm gonna open it. Okay, ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാൻ പോവുകയാണ് what's that in it. കാരണം ഇത്രയും കാലം എനിക്ക് I am very familiar with my collections, but I haven't seen it before. Okay, so let's see what it is. So അത് തുറക്കുന്നു, അത് വായിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ അടുത്ത് കാണുന്നത് ആ ലെറ്ററാണ്. അപ്പോൾ ലെറ്റ്സ് റീഡ് ഇറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ലെറ്ററിലുള്ളതെന്ന്. ചാർലി. അപ്പോൾ ഇവിടെ ഡേറ്റ് ഒക്കെ നോക്കണം കേട്ടോ. July 18, 1894. Charlie comes. The letter which is addressing to Charlie. That's the point. Okay. Letter ആർക്കാണ് അഡ്രസ് ചെയ്യുന്നത്? ചാർലിക്കാണ്. I got to wishing you that you were right. Then I got to believe you were right. And Charlie, it's true. I found the 3rd level. I have been there for 2 weeks. And right now, down the street at the Dailies, someone is playing a piano. And they are all out of the front porch singing Nelly home. And I am invited over for lemonade. Come on back, Charlie and Louisa. Keep looking till you find the 3rd level. It's worth it. Believe me. See the letter. This is a letter to Charlie. അത് ചാർലിക്കുള്ള ലെറ്ററാണ്. ഓക്കെ, എന്താണ് ലെറ്റർ? ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചാർലിക്കുള്ള ലെറ്ററാണ്. ഇനി എന്താണ് ലെറ്ററിൽ പറഞ്ഞത്? ഇറ്റ്സ് അബൌട്ട് ഗെയിൽസ്ബർഗ്.
മുഴുക. അവിടെ ആൾക്കാർ പിയാനോ വായിക്കുന്നു, അവർ അതായത് മൊത്തത്തിൽ പറയുക ആൾക്കാർ അവിടെ അവരുടെ ചിയർഫുള്ളായിട്ട് അവരവിടെ ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് അവർ എൻജോയ് ചെയ്യുന്നതാണ് ആ ലെറ്ററിൽ പറയുന്നത്. അപ്പോൾ 3rd ലെവൽ ഉണ്ട്, അത് ഉറപ്പാണ്. നിങ്ങൾ ഹിൽസ്ബറിലേക്ക് വരണം. ഇവിടുത്തെ ജീവിതം ഇങ്ങനെയാണ്, ഇവിടെ വളരെ ഹാർമോണിയസ് ആയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ലൈഫ് ഈസ് ഗോയിങ് ഓൺ റിയലി ഹാർമോണിയസ്ലി. യെസ്, അപ്പോൾ യു ഹാവ് ടു കം ബാക്ക് ചാർലി. ഡോണ്ട് സ്റ്റോപ്പ് ഫോർ സെർച്ചിങ് 3rd ലെവൽ. 3rd ലെവലിന് വേണ്ടിയുള്ള സെർച്ച് നിങ്ങൾ നിർത്തരുത്. പ്ലീസ് ഡു സെർച്ചിങ്. Continue your searching. This is what he meant by this letter. Then who, from whom the note is signed Sam. And the most surprising thing is the letter signed by Sam, his friend. അപ്പോൾ സാം ആണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ലെറ്റർ ആണ് അവർക്കുള്ള പ്രൂഫ് എന്ന് പറയുന്നത്. നൗ അറ്റ് ദ സ്റ്റാമ്പ് ആൻഡ് കോയിൻ സ്റ്റോർ ഐ ഗോ ടു. ഇവന് സ്ഥിരമായി പോകാറുള്ള സ്റ്റാമ്പ് സ്റ്റോർ കോയിൻ സ്റ്റോറിൽ നിന്ന് ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് സാം ബോട്ട് $800 worth of old style currency that ought to set him up in a nice little hay, feed and grain business. He always said that's what he really wished he could do. അപ്പം അവനെ അവിടുന്ന് കുറച്ച് കറൻസി ഒക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് അവനക്കൊരു ബിസിനസ് ഈ ഹെയിൽസ്ബർഗിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹേ ആൻഡ് ഫീഡ് ഗ്രെയിൻസ് ബിസിനസ്. ബിക്കോസ് നമുക്കറിയാം ഹെയിൽസ്ബർഗ് ഇസ് ഇത്രയും നമ്മൾ കേട്ടിടത്തോളം ഹെയിൽസ്ബർഗ് എന്ന് പറയുന്നത് ഗ്രീനറിയും ഒരു വില്ലേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെട്രോപൊളിറ്റിക് സിറ്റി അല്ല. അപ്പോൾ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ഒരു ബിസിനസ് അവിടെ യൂസ്ഫുൾ ആണ്. അപ്പം അതല്ലാതെ വേറെന്ത് ബിസിനസ് അവൻ്റെ ഇവിടെ പറയുന്നുണ്ട്. ഹി സർട്ടൺലി ക്യാൻ ഗോ ബാക്ക് ടു ഹിസ് ഓൾഡ് ബിസിനസ്. വാട്ട് ഈസ് ഹിസ് ഓൾഡ് ബിസിനസ്? He's a psychiatrist, right? അതെന്തായാലും അവിടെ വിലപ്പോലെ. അപ്പം അവനക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് he's there, no? He settled a business even there. Not in Gaiselberg. Then go back old business, not in Gaiselberg. Illinois in 1894. His old business. Why? Sam was my psychiatrist. So here ഒരു മിസ്റ്റീരിയസ് ക്വസ്റ്റ്യനോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. അതായത് he really നമ്മുടെ Charlie actually really confusing. Is he really a psychiatrist or what is his really he has to do this business or the psychiatrist? So ഒരു നമുക്കെല്ലാവർക്കും റീഡേഴ്സിന് എല്ലാവർക്കും ഒരു ക്ലിയർ സ്റ്റോപ്പ് ഒരു ക്ലിയർ എൻഡ് തന്നിട്ടില്ല ഓതർ. അതായത് നമുക്ക് ചിന്തിക്കാം, നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താം ശരിക്കും. പക്ഷേ വളരെ സിമ്പിളാണ് നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ആദ്യമേ ഈ സ്റ്റോറി എടുക്കുമ്പോഴേ പറഞ്ഞു, ഈ മനസ്സിൻ്റെ നമ്മളുടെ കൺട്രോളിലല്ലാത്ത സമയവും നമ്മുടെ കൺട്രോളിൽ നിന്ന് നമ്മളെ കൈ തട്ടി മാറ്റി മനസ്സ് പായുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു സന്ദർഭം, ദാറ്റ്സ് ദ റിയൽ വേർഡ്. ഒരു സന്ദർഭം എല്ലാവരിലും കടന്നു പോകും. അത് ചാർലിയിലൂടെ കടന്നു പോകുന്നു. അത് എന്താണ് അതിൻ്റെ കാരണം? വാട്ട് ഈസ് ദ റീസൺ? യെസ്, ബിക്കോസ് ഹീസ് സ്ട്രഗ്ലിംഗ് ബൈ ഹിസ് തോട്ട്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ട്രഗ്ലിനെസ് വരാൻ കാരണം? ബിക്കോസ് ഓഫ് ദ കോൺസിക്വൻസ് ഓഫ് ദ വാർ ഓർ ബിക്കോസ് ദ വാർ. ഈ രണ്ട് ഡെഡ്ലിയസ്റ്റ് വാർ കാരണം ചാർലി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഹി റെപ്രസെൻറ്റ്സ് ദ എൻറ്റയർ ജനറേഷൻ. ഓക്കെ, അപ്പോൾ ആ ജനറേഷൻ എല്ലാവർക്കും ഇങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ വാറിൻ്റെ ഒരു ചീത്ത ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ മെൻ്റലി. കാരണം വാറെല്ലാം അവസാനിച്ചതിലും കൂടിയിട്ട് അതിൻ്റെയൊക്കെ വിക്ടിംസുകളായിരിക്കും ഇവരെല്ലാവരും, ഇവരുടെ ബാല്യവും ഇവരുടെ യൗവനം ഒക്കെ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഈ ഒരു ഇഷ്യൂസ് ഉണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓഫൺ ആയിട്ട്, അതായത് റെഗുലറായിട്ട് ഇവർക്ക് ഈ മെൻ്റൽ പ്രോബ്ലം ഇഷ്യൂസ് ഉണ്ടാകുന്നതും. അപ്പോൾ അവരറിയാതെ അവർ തന്നെ ഓരോ സ്ഥലത്തേക്ക് അവർക്ക് അവരുടെ മനസ്സിന് സ്വസ്ഥത കിട്ടുന്ന ഭാഗങ്ങളിലേക്ക്, അത് സ്ഥലമാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ ആവാം, അങ്ങോട്ട് പായുകയാണ്, അവരുടെ മനസ്സ് പായുകയാണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് സൈക്കോളജിക്കൽ റിഫ്യൂജി. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്റ്റോറി. ഇതൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാൻറ്റസി സ്റ്റോറിയാണ്. അങ്ങനെ നമ്മൾ ഇതിനെ കാണണം. ഓക്കെ, അപ്പം ഈ സിനിമ നമ്മൾ ഈ മറ്റേ മണിച്ചിത്രത്താഴൊക്കെ പോലെ കണ്ടില്ല, അവിടെ ആ സിനിമയിലും അതിൽ ഒരു പ്രേതം അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. ഒക്കെ ഫാൻറ്റസിയാണ്, ഒക്കെ ഹലോസിനേഷൻ. നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതെല്ലാം. അതിന് നമ്മൾ അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളും കൊടുക്കുന്നു. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റും എങ്ങനെ തന്നെയായിരിക്കും? അതും ഒരു ഫാൻറ്റസി ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും, അല്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ സ്റ്റോറി. നിങ്ങൾക്കിത് മനസ്സിലായെന്നും നിങ്ങൾക്കിത് എൻജോയ്
ചെയ്യാൻ പറ്റിയെന്നുമാണ് എൻ്റെ വിശ്വാസം. സോ പ്ലീസ് ഡു കമൻറ്റ്സ് ആസ് വെൽ. ഓക്കെ, എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ ഐ റിയലി നീഡ് യുവർ ഫീഡ്ബാക്ക് മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ദിസ് ഈസ് തേർഡ് ലെവൽ. ഓക്കെ, ഇനി എന്തെങ്കിലും ഫർദർ ആയിട്ട് തേർഡ് ലെവലിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നമുക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് എൻജോയ് യുവർ ലേണിംഗ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആസ് വെൽ. So see you on next video and stay tuned with me. Bye bye.